ക്രൈസ്തവ സഭാ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ചർച്ച് ബില്ല് തയ്യാറാകുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവർക്കിടയിൽ ആശങ്കയുണ്ടാക്കാൻ ഗൂഢനീക്കം നടക്കുന്നു. സംഭവത്തിലെ അപകടം മണത്ത ഉടൻ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പുകൾ അവസാനിപ്പിക്കാൻ നിയമ നടപടിക്ക് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബിജെപിയും. ക്രൈസ്തവ സഭാ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ചർച്ച് ബിൽ തയ്യാറെന്ന തലക്കെട്ടോടെ സിപിഐ മുഖപത്രമായ ജനയുഗത്തിൽ വന്ന വാർത്തയ്ക്കെതിരെയാണ് നിയമ നടപടിക്ക് ബിജെപി ഒരുങ്ങുന്നത്. കേന്ദ്ര സർക്കാരും ബിജെപിയും ക്രൈസ്തവ സഭകൾക്കെതിരാണ് എന്ന തരത്തിൽ നടക്കുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കാൻ കൂടിയാണ് ബിജെപി മുന്നിട്ടിറങ്ങുന്നത്. കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് ഭേദഗതി നിലവിൽ വന്നതിന് പിന്നാലെ അടുത്തത് കത്തോലിക്ക സഭയുടെ ഭൂസ്വത്തുകളായിരിക്കും. ഇതിന് ചർച്ച് ബിൽ അണിയറയിൽ തയ്യാറാണെന്ന പ്രചരണം വ്യാപകമായിരുന്നു. ഇടത് ഹാൻഡിലുകളായിരുന്നു പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. ഇതിനിടെയാണ് ഒരു പടി കൂടി കടന്ന് ക്രൈസ്തവ സഭാ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ചർച്ച് ബിൽ തയ്യാറെന്ന് സിപിഐയുടെ മുഖപത്രമായ ജനയുഗത്തിൽ വാർത്ത വന്നത്. ഇത് ക്രൈസ്തവർക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബിജെപിക്കെതിരെ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണായുധം കൂടിയാണ് ഇടതുപക്ഷം ഈ വിഷയങ്ങളെ കണ്ടിട്ടുള്ളത്. ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പുകൾ അവസാനിപ്പിക്കാൻ കൂടിയാണ് ബിജെപി നിയമ നടപടിക്ക് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. നടപടികളുടെ ഭാഗമായി ഹൈക്കോടതി അഭിഭാഷകൻ കൃഷ്ണദാസ് പി നായർ മുഖേനയാണ് ജനയുഗത്തിനെതിരായി ബിജെപി വക്കീൽ നോട്ടീസ് അയച്ചത്. സമൂഹത്തിൽ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനും ബിജെപിയുടെ അജണ്ടയാണ് ചർച്ച് ബിൽ എന്ന പ്രചരണം നടത്തിയതിനുമെതിരെയാണ് നിയമ നടപടിയെന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയും ബിജെപിയെയും സമൂഹമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോടെയാണ് ഇടത് അനുകൂല മാധ്യമമായ ജനയുഗം ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത്. കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നാണ് വിലയിരുത്തൽ. സമൂഹത്തെ വേർതിരിച്ച് അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം വാർത്തകളെന്നും ബിജെപി കരുതുന്നുണ്ട്. ഇത് ക്രിമിനൽ കുറ്റവും ഒപ്പം മാനനഷ്ട കേസ് കൂടിയാണ്. വാർത്ത പിൻവലിച്ചുകൊണ്ട് ക്ഷമ പറയാൻ ജനയുഗം തയ്യാറായില്ലെങ്കിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ബിജെപിയുടെ തീരുമാനമെന്നും വക്കീൽ നോട്ടീസ് വഴി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കിയതിന് പിന്നാലെ ചർച്ച് ആക്ട് ബിൽ മാത്രമല്ല ചർച്ച് ബോർഡ് വരെ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നും പ്രചരണങ്ങൾ നടന്നിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ ഇതിന്റെ ചർച്ചകളും പഠനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ചർച്ച് ആക്ട് ഇടവകകളുടെ സ്വത്തുക്കൾ ജനാധിപത്യപരമായി ഭരിക്കുന്നതിനെ കുറിച്ച് മാത്രം വ്യവസ്ഥ ചെയ്യുന്ന ഒന്നാണ്. ആ സ്വത്തുക്കൾക്ക് പുറമെ രൂപതകൾക്ക്, കോൺഗ്രിഗേഷനുകൾക്ക് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്ക് അനവധി സ്വത്തുക്കളുണ്ട്. ഇടവകകളുടെ സ്വത്തുക്കൾ വളരെ പരിമിതമാണ്. ബാക്കി സ്വത്തുക്കളും കൂടി അകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു ചർച്ച് ബോർഡ് ഉണ്ടാകണം. അങ്ങനെ ഒരു ചർച്ച് ബോർഡ് ഉണ്ടാക്കിയാൽ ആ ചർച്ച് ബോർഡിനകത്ത് അത് സർക്കാരിന്റെ കീഴിലുള്ള ബോർഡ് ആണെങ്കിൽ ഇപ്പോൾ വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളെ ബോർഡിനകത്ത് വെക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ചർച്ച് ബോർഡിൽ ഇവർക്ക് ആളുകളെ വെക്കാമെന്നുമാണ് കുപ്രചരണങ്ങൾ നടക്കുന്നത്. നിയമ നടപടികൾ ആരംഭിച്ചതോടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അവസാനിക്കുമെന്ന് ബിജെപി നേതൃത്വം കരുതുന്നുണ്ട്.